കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടത്തിൽ PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അപകടം ബാറ്ററി തകരാർ കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ടേജ് കാരണം UPS ബാറ്ററികൾ ബൾജ് ചെയ്തു. 34 ബാറ്ററികൾ നശിച്ചതായും പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മരിച്ച 3 പേരുടെ മരണകാരണം പുക ശ്വസിച്ചല്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തുവന്നിരുന്നു. AK ലതീഷ് വിവരങ്ങൾ നൽകാനുണ്ട്. ലതീഷ്, ഇന്നലെ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ UPSന് തകരാർ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഫിലിപ്സിന്റെ UPS ആണ് അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായി നടത്തി വരുന്നത് എന്നതാണ്. അപ്പോഴും ഷോർട്ട് സർക്യൂട്ടോ അതല്ലെങ്കിൽ ബാറ്ററി തകരാറോ ആകാം ഇതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രശ്നമുണ്ടാക്കിയത് എന്നത് വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. ഈ ബാറ്ററിക്ക് എന്ത് സംഭവിച്ചതാകാം? കൃത്യമായി മെയിൻ്റനൻസ് നടത്തി പോരുകയും കാലാവധി ബാക്കിയുള്ളതുമായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് UPSന്റെ ബാറ്ററി തകരാർ കണ്ടെത്തിയത്. CPU യൂണിറ്റിൽ തീപിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് ആണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇത് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു. തീ പടർന്ന് മറ്റ് ബാറ്ററികളും കത്തി. 34 ബാറ്ററികളാണ് ഇത്തരത്തിൽ നശിച്ചത്. UPS മുറിയിൽ മാത്രമാണ് അപകടം ഉണ്ടായത്. തുടർന്ന് പുക കെട്ടിടത്തിൽ വ്യാപകമായി ഉയരുകയായിരുന്നു. 2026 ഒക്ടോബർ മാസം വരെ വാറന്റി ഉള്ളതാണ് MRI മെഷീനും അതേപോലെ തന്നെ UPSും. ഫിലിപ്സ് കമ്പനി നിയോഗിച്ച ഏജൻസി തന്നെയാണ് UPSന്റെയും മെയിൻ്റനൻസ് നടത്തി വരുന്നത്. ഇത് 6 മാസത്തിലൊരിക്കൽ പരിശോധിച്ച് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്താറുണ്ട്. അത് തുടർന്ന് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതിന്റെ റിപ്പോർട്ട് മെഡിക്കൽ കോളേജിനും അതേപോലെ തന്നെ ഫിലിപ്സ് കമ്പനിക്കും ഈ മെയിൻ്റനൻസ് വരുന്ന ആളുകൾ റിപ്പോർട്ട് 6 മാസത്തിലൊരിക്കൽ സമർപ്പിക്കാറുണ്ട്. നിലവിൽ സ്ഥിതി വിലയിരുത്താൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കാഷ്വാലിറ്റി ഇന്ന് രാവിലെ മുതൽ പ്രവർത്തനം തുടങ്ങി. താൽക്കാലിക കാഷ്വാലിറ്റിയാണ് പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിച്ചത്. ബീച്ച് ആശുപത്രിയിലും നിലവിൽ കാഷ്വാലിറ്റി സൗകര്യം വിപുലമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരിച്ച 4 പേരുടെയും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിൽ പുക ശ്വസിച്ചല്ല മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. ശരി, മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ അപകടം ബാറ്ററി തകരാർ കാരണമാണ് എന്ന പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.